എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ഇംഗ്ലീഷ് വിത്ത് രേഷ്മ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കായ സ്പീക്കും ടോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പലരെയും കൺഫ്യൂഷനാക്കുന്ന രണ്ട് വാക്കുകളാണ് സ്പീക്കും ടോക്കും. രണ്ടിൻ്റെ അർത്ഥം സംസാരിക്കുക എന്ന് തന്നെയാണ്. പക്ഷേ ഇവ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഓർത്ത് വെക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്പീക്ക് നോക്കാം. നമ്മൾ കുറച്ച് ഫോർമലായ സാഹചര്യങ്ങളിലാണ് സ്പീക്ക് കൂടുതൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പം സ്പീക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔപചാരികമായി സംസാരിക്കുക, അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു മാനേജറോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ടീച്ചറിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിനെ പറ്റി പറയുക, അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ ഇവിടെയൊക്കെ നമ്മൾ സ്പീക്കാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. ഒരാൾ സംസാരിക്കുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഐ സ്പീക്ക് മലയാളം. ഞാൻ മലയാളം സംസാരിക്കും. സെക്കൻഡ് വൺ, ഐ നീഡ് ടു സ്പീക്ക് ടു ദ മാനേജർ. എനിക്ക് മാനേജരോട് സംസാരിക്കണം. ദ ടീച്ചർ ഈസ് സ്പീക്കിംഗ്. ടീച്ചർ സംസാരിക്കുകയാണ്. അപ്പം സാധാരണ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ലാംഗ്വേജസിനെ കുറിച്ച് പറയുമ്പോൾ, ഫോർമൽ സിറ്റുവേഷൻസിൽ, സ്പീച്ചസ്, പ്രസംഗങ്ങളിൽ. അടുത്ത നമുക്ക് ടോക്ക് എന്താണെന്ന് നോക്കാം. ഇത് വളരെ ഇൻഫോർമൽ അല്ലെങ്കിൽ ക്യാഷ്വലായ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ടോക്കിൻ്റെ അർത്ഥം എന്താണ്? ഔപചാരികമല്ലാത്ത സംഭാഷണം. നമ്മുടെ കൂട്ടുകാരോടോ വീട്ടുകാരോടോ വെറുതെ വർത്തമാനം പറയുമ്പോൾ നമ്മൾ ടോക്കാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ടു വേ കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. എക്സാമ്പിൾസ് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഐ ആം ടോക്കിംഗ് ടു മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരനോട് അല്ലെങ്കിൽ കൂട്ടുകാരിയോട് സംസാരിക്കുകയാണ്. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ദേ ആർ ടോക്കിംഗ് നൗ. അവർ ഇപ്പോൾ സംസാരിക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് ഫ്രണ്ട്സ്, ഫാമിലി ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ടോക്കാണ് ഉപയോഗിക്കുന്നത്. മാനേജേഴ്സ്, ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഓഫീസുകൾ പോലെയുള്ള ഔപചാരിക സാഹചര്യങ്ങളിൽ സ്പീക്ക് ഉപയോഗിക്കുക. സാഹചര്യത്തിന് അനുസരിച്ച് ശരിയായ വാക്ക് ഉപയോഗിക്കുക എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് സ്പീക്കും ടോക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യുക.